കൂട്ടുകാരെ കണ്ടില്ലേ, നല്ല അടിപൊളി ചക്കവട. ഇപ്പം ചക്കകാലാണല്ലോ. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ ഉള്ളിവട ഒക്കെ കേട്ടിട്ടുണ്ട്, ഉള്ളിവടൻ്റെ ഷേപ്പൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ചക്കവട ഉള്ളിവടനേക്കാൾ എത്രയോ മേലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളി, നല്ല ക്രിസ്പിയാണ്. ഇപ്പം ചക്കകാലാണ്. ഇപ്പം ലോകകപ്പൊക്കെ വരാൻ പോകുകയല്ലേ. അപ്പം കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയാൽ കൊണ്ടുവച്ച് വെക്കണ്ടി. പൊന്നുമ്മ തന്നെ ഉമ്മ തരും. നല്ല അടിപൊളിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഞാൻ ഒന്ന് വീഡിയോയിലേക്ക് പോവാട്ടോ. എന്നാ വിനി അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ട ചക്കയാണല്ലോ താരം, ചക്ക വടക്ക്. ഇപ്പം ഞാൻ തോട്ടത്തിൽ പോയിട്ട് ഒരു ചക്ക എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തോട്ടത്തിൽ നിന്ന് വരുമ്പോൾ എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു കമ്പം കുത്തി ഇറക്കിയതാ. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നീ അത് മുറിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ മുറിച്ചെടുത്തിട്ട് ഓരോ ചോളം എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ചക്ക ഇവിടെ 2 പീസാക്കി കഴിഞ്ഞു. പക്ഷെ അത് മുറ്റത്ത് നിൽക്കാനാവൂല, വൈകുന്നേരം ഭയങ്കര കൊതുക. ഞാൻ ഇതുകൊടുത്ത് അടുക്കളയിൽ പോട്ടെ കേട്ടോ. അടുക്കളയിൽ തുണി പേപ്പർ വിരിച്ചിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് നന്നാക്കാം. ഞാൻ അങ്ങനെയൊക്കെയാ, പുറത്തുനിന്ന് എടുക്കാനാവൂല കൊതുകൊണ്ടേ. ഒന്നിവിടെ വെക്കട്ടെ, ഒന്ന് പഴുത്തത്. ഇത് നമുക്ക് ചക്കവടക്ക് ഫസ്റ്റാ. നോക്ക്, ഒത്ത മൂപ്പ. ഇനിയെല്ലാം അടുക്കളയിൽ നിന്ന് ചക്ക തിന്നുകൊണ്ടാണ് വരുന്നത് തന്നെ. ഭയങ്കര ടേസ്റ്റുമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഇനി തുടങ്ങട്ടെ. അങ്ങനെ അടുക്കളയിൽ പേപ്പറെല്ലാം വിരിച്ചിട്ട് ഇതവിടെ കൊണ്ടുപോയി വെച്ചു. ഇനി നമുക്ക് ചുള മാത്രം വൃത്തിയാക്കി എടുക്കാണ്ട് തൽക്കാലം ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയ ഇതാ ഇത്രേ എടുക്കുന്നുള്ളൂ. ഒരു ചക്കൻ്റെ എത്രയും ഭാഗം മതി. ഇതെനിക്ക് പുഴുക്കുണ്ടാക്കാനാ. ഇതാണ് ചക്ക വടക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ഞാനൊന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഈ ചവണിയൊക്കെ ഒന്ന് മാറ്റട്ടെ, കുരുവെല്ലാം. ചക്കകാലം കേട്ടോ. ചക്കകാലം ആകുമ്പോഴാണ് നമുക്ക് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണം. ചക്കകാലം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ എങ്ങനെയായിരുന്നറിയോ, പണ്ട് ദാരിദ്ര്യമായിരുന്നല്ലോ, ഇതുപോലത്തെ ആയിരുന്നോ പണ്ട്. എന്നോട് ഒരു നേരത്തിന് വേണ്ടിയിട്ടാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചക്ക പുഴുക്ക്, ചക്കൻ്റെ കൂഞ്ഞുണ്ടാവും. കൂഞ്ഞോട് രാത്രി ചക്ക കൂഞ്ഞു ഉപ്പേരിൻ്റെ അമ്മോ. പിന്നെ ഈ കുരു ഇല്ലേ, ഈ കുരു വാങ്ങിയിട്ട് കറി, അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചു കേട്ടോ. ഇപ്പം മൊത്തം മാറി. നിങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഉപ്പയൊന്നും ചക്ക ആവശ്യമില്ലാണ്ട് ഈ ഇടിച്ചക്കല്ലേ നമ്മൾ ഇടിച്ചക്ക ഉപ്പേരി വെക്കുന്നത്, ആ ഇടിച്ചക്ക ഞാൻ തൊടാൻ സമ്മതിക്കൂലേനു. കാരണം എന്താണെന്നറിയോ, നമുക്കൊരു നേരം കഴിയണ്ടേ. അതിന് വലുതായിട്ട് മൂപ്പെത്തിയിട്ടേ എടുക്കാൻ സമ്മതിക്കുന്നു കേട്ടോ. ഇടിച്ചോനെപ്പം എൻ്റെ ഉപ്പയൊന്നും ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഇഷ്ടംപോലെ പ്ലാമിൽ ചക്കയപ്പം ആർക്കും വേണ്ടാണോ. ചക്ക പഴുത്ത് വീണ് പോവുക. ചക്കൻ്റെ മരത്തിൻ്റെ ചോട്ടിലൂടെ പോവാൻ പേടിയാകുക. ചക്കകാലാവുമ്പോൾ അപ്പോൾ ഈ ചക്കകാലത്ത് നമ്മൾ പലതുണ്ടാക്കി. ചക്ക പായസം ഉണ്ട്, ചക്ക വട ഉണ്ട്, ചക്ക വരട്ടിയതുണ്ട്, ചക്ക പുഴുക്കുണ്ട്, അങ്ങനെ പലതും ഉണ്ടാക്കലുണ്ട്. ഞാൻ ചക്ക പായസമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ഇപ്പം കുറച്ച് മതിയല്ലോ, കൂടുതൽ വേണ്ട. പിന്നെ നമ്മൾ ചക്ക ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ട് ഉണക്കി വെക്കും. ചക്കകാലം കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പൊതിർത്തിതാക്കിയിട്ട് നമ്മൾ ഉപ്പേരി വെക്കും. ചക്ക കുരു എടുത്ത് വെക്കും. എൻ്റെ അമ്മോ, ഒരു കാലഘട്ടം ഞങ്ങളൊക്കെ ജീവിച്ചത്. ആ ചക്കകാലം കഴിയുന്നവരേ ചക്കക്കുരു കറിയിരുന്നു. ചക്കക്കുരുവിൻ്റെ ആ കാലം കഴിഞ്ഞാൽ കുരുവിൻ്റെ ഉമ്മ മണ്ണിലെടുത്ത് വെക്കും കേട്ടോ. എൻ്റെ അമ്മോ, ഒരു കാലം ഞങ്ങളത് കഴിഞ്ഞത്. ഞങ്ങളുടെ നല്ല ആ കാലഘട്ടത്തിലുള്ള ഒരുവിധ ആൾക്കാരതൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പം ചവണി ആരെങ്കിലും എടുക്കുന്നുണ്ടോ? ഇപ്പോൾ ചക്ക കൊണ്ട് പരിഷ്കാരം, ചക്ക വട, പായസം ഒക്കെ അല്ലേ. ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ചക്ക വട നന്നാക്കി കഴിഞ്ഞു. ചക്ക എന്ന് പറഞ്ഞാൽ ഒരു ഔഷധം കൂടിയാട്ടോ. ചക്ക തിന്നുന്ന പ്രഷറുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ അത് കഴിക്കാം. പിന്നെ ക്യാൻസർ പോലും തടയുന്നായി ചക്ക തിന്നാൽ. പണ്ട് കാലത്തൊക്കെ അരിക്ക് ദാരിദ്ര്യം വന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ചക്ക തിന്നത്. അന്നൊന്നും അറിയില്ലായിരുന്നു ഔഷധ ഗുണം ഉള്ളതാവുന്നു. കിട്ടിയത് തിന്നലായിരുന്നു. ഇപ്പം അല്ല, ഇപ്പം ഔഷധ ഗുണം വിചാരിച്ചിട്ട് ചക്ക ഉണ്ടാക്കി തിന്നുക. അപ്പോൾ ഇവിടെ ചക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി എൻ്റെ കൂട്ട് ശരിയാക്കാൻ സവാള വേണം, പച്ചമുളക് വേണം, ഇഞ്ചി, കറിവേപ്പില, കടലപ്പൊടി, അരിപ്പൊടി. ഇനി ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി വൃത്തിയാക്കട്ടെ. ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ചക്കമടലില്ലേ, ഈ ചക്കമടലൊന്നും ഞാൻ കളയില്ല. ഇത് ഞാൻ കമ്പോസ്റ്റ് ആക്കും. ചെറുതാക്കി മുറിച്ചിട്ട്
ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ട്. ഒരു ചക്കനോണ്ട് ഒരു ചാക്ക് ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുക. അപ്പം അതിനു വേണ്ടി എടുത്ത് വെക്കുക. ഒന്നും കളയേണ്ടതില്ല. കുരു നമുക്ക് ആവശ്യം, ചക്കൻ്റെ മടൽ നമുക്ക് ആവശ്യം. കുറേ പേര് പശുവിന് കൊടുക്കും കേട്ടോ. എനിക്ക് പശുവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുക, അതിൽ കൊണ്ടുപോയിടും. എന്നാൽ നമുക്ക് ഇതെങ്ങാനും വലിച്ചെറിഞ്ഞു നോക്കി നമ്മളെ തോട്ടത്തിലേക്ക് 2-ാം ദിവസം തുടങ്ങും ഈച്ച, കൊതുക്. ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. കൊതുകാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയൂല. പലവിധ രോഗങ്ങളും. അതിനൊക്കെ പരിഹാരമാണ് ഇത് കമ്പോസ്റ്റ് ആക്കുന്നത്. ഞാൻ വട ഉണ്ടാക്കുകയാണെങ്കിലും കൂടിയിട്ട് ഇതിൻ്റെ ഗുണമൊന്ന് പറഞ്ഞു തന്നാട്ടോ. ഞാൻ ചെയ്യുന്ന മാർഗം നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. എവിടെയും ചക്കമടൽ കളയരുത്. ഈ ഒരു ചാക്ക് തന്നെ. എന്നാൽ ഈച്ചയും കൊതുകി ഇതിൽ എന്നറിയൊരു സാധനം പോകും. പിന്നെ ബാഡ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ വരി നമുക്ക് വട ഞാൻ ഉള്ളി അരിയുന്ന ഇതിലാട്ടോ. എനിക്ക് ഹൈറ്റ് നിന്ന് അമർത്താൻ കഴിയൂല. അപ്പം ഞാൻ സ്റ്റൂളിൻ്റെ മേലെ വെച്ചതാണ്. ഉള്ളി ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഒറ്റൊന്ന് മതിട്ടോ, ഓരോന്നോരോന്ന് മതി, വേഗം പണി തീരും. ഇതാ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എളുപ്പാ, നല്ല എളുപ്പാ. ഇങ്ങനെ അങ്ങ് കഴിഞ്ഞാൽ എന്തൊരു സുഖാന്നറിയോ. എന്തിന് വലിയ വിലയൊന്നുമില്ല. എന്നോട് ആരോ വില ചോദിച്ചിരുന്നു. ഇതൊക്കെ കുറേ മുമ്പ് വാങ്ങിയത്. ഞാൻ ഇത് എടുക്കലില്ലായിരുന്നു. അതൊക്കെ കൂടി കഴുകി ഉണ്ടാക്കണ്ടേ വിചാരിച്ചിട്ട്. ഒച്ചയൊക്കെ ഉണ്ടാവും. ഞാൻ ഫുള്ള് ഉണ്ടാക്കട്ടെ കേട്ടോ. ഇഞ്ചി പിന്നെ ഞാൻ ചതക്കിയതാട്ടോ, കല്ലിൽ ചതക്കിയതാ. എന്നാലേ ഇഞ്ചി പൊടിയുള്ളൂ. മിക്സിയും ഇതാ എങ്ങനെയുണ്ട്? നല്ല നന്നായിട്ടുണ്ട്. കാണിച്ചു തരാം. ഇതിൽ തന്നെ പച്ചമുളകും എല്ലാം ഇതിൽ ചെയ്യാം. ഇനി പച്ചമുളക്, ഇനി കറിവേപ്പില ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് അമർത്തിയാൽ മതി. നമ്മളൊന്നും ചെയ്യണ്ട. ഇനി കറിവേപ്പില കണ്ടില്ലേ. ഇനി ചക്ക മിക്സിയിലൊന്നും ഇടട്ടെ കേട്ടോ. അങ്ങനെ കുഴമ്പ് രൂപത്തിലാവരുത്, നല്ലോണം കെട്ട് ആവരുത്. ഒന്ന് ചതങ്ങേ ചെയ്യാവും. ചതക്കുക, കുറച്ചിട്ടാൽ മതി. കൂടുതൽ ഇട്ടുണ്ടെങ്കിൽ ആവില്ല. ഇങ്ങനെ അങ്ങോട്ട് കുറച്ചും കൂടി കുറച്ച് എടുത്തതാ. കൂടുതലായ അരിഞ്ഞു പോണ്ട വിചാരിച്ചിട്ട് കുറച്ചുകൂടി ഇടട്ടെ. ഇനി കുറച്ചുകൂടി ഉണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് കുഴച്ച് നല്ല ഉഷാറാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടത് കണ്ടല്ലോ. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചക്ക ചതക്കിയത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോയാൽ കഥ കഴിഞ്ഞു കേട്ടോ. ഉപ്പ് പാകത്തിനായിരിക്കണം. അതിൻ്റെ അളവ് പറയാനൊന്നും കഴിയില്ല. അതെങ്ങനെയെന്നുള്ളത്. കൂടുതൽ ആൾക്കാരുടെ കുറേ ഉണ്ടാക്കുമ്പോൾ കുറേ ഉപ്പിടണോ. പിന്നെ കുറച്ച് അരിപ്പൊടി, ഇതൊന്ന് മുറുകാൻ. പിന്നെ കുറച്ച് കടലപ്പൊടി കുറച്ച് മതി. ഇനി ഞാനൊന്ന് ഉഷാറിലൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. മുറുകാനാണിത്. അടിപൊളിയാണ്. വേഗം മുറുകുന്നുണ്ട്. നമ്മളെ കയ്യിൽ നമുക്ക് ചക്കക്കാലത്ത് എന്തൊക്കെ തിന്നാൻ കഴിയും അതെല്ലാം ചക്ക വയറ്റിലാക്കുക. നല്ല ഔഷധ ഗുണമുള്ളതാണല്ലോ. ഞാൻ ഒരിക്കൽ പറഞ്ഞ പോലെ തന്നെ ക്യാൻസറിനെ വരെ തടയുന്നതാണല്ലോ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ബേജാറാണല്ലോ ക്യാൻസറിന് കേൾക്കുമ്പം തന്നെ. ഉപ്പിട്ട് എല്ലാം ഇതിലിട്ട് കറിവേപ്പില ഇഷ്ടം പോലെ കിട്ടും. കുറേ കറിവേപ്പില ഇട്ടുണ്ടെങ്കിൽ അത്രയും ഒരു മണവും ആ ടേസ്റ്റുവാ. ഇഞ്ചി ആവശ്യത്തിന് ഉണ്ടാവും. ഇനിയാണ് ചുടാൻ പോകുന്നത്. ഈ പാകം മതി. സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ തിളച്ച വെള്ളമോ മറ്റേ വെള്ളം മറ്റുള്ള വടക്കൊക്കെ ഇതിന് ഒന്നും വേണ്ട. ചക്കയിലുള്ള വെള്ളം തന്നെ മതി. കുറച്ചും കൂടി ഒന്ന് മുറുകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് അങ്ങനെ നോക്കിയിട്ടാൽ നമുക്ക് കേട്ടോ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന. ഇനി നമുക്ക് തുടങ്ങാം. ഞാൻ കയ്യൊക്കെ ഒന്ന് കുറച്ച് കൈ വൃത്തിയാക്കണം. എന്താന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് കുഴച്ചെടുത്തു. ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കട്ടെ, എണ്ണ ഒഴിക്കട്ടെ, ചൂടാക്കട്ടെ ഒക്കെ ചെയ്യട്ടെ കേട്ടോ. ഇനി ഞാൻ തുടങ്ങട്ടെ കേട്ടോ. അതിന് ഇരുമ്പും ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് എണ്ണ ഒഴിച്ച് ചൂടായി. ഇനി ഞാൻ ഇടാൻ പോവാം കേട്ടോ. ഞാൻ
എൻ്റെ എണ്ണൻ്റെ കവറിൽ ഞാൻ അങ്ങോട്ട് എടുത്തതാണ്. നല്ല ഷേപ്പിലാക്കുകയും ചെയ്യുക. ചൂടായി ഇടട്ടെ. ബിസ്മില്ലാ. ഇതിലെല്ലാം ചേർത്തിട്ട് നല്ലൊരു മണ, നല്ല സ്മെല്ലുണ്ട്. എന്താ കണ്ടോ, ഉള്ളിവട പോലെയൊക്കെ തന്നെയാ. അതാ വേഗാവും, വേഗം റെഡിയാവും. ഇത് 4, 5, 6 ഒക്കെ ഇടാം. കുറേ എണ്ണ കൊഴിച്ചാൽ ഇഷ്ടം പോലെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ എണ്ണ വേസ്റ്റായി പോകുമല്ലോ. ഇത് നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് ഒന്നാമത്തെ തന്നെ നമുക്കൊന്ന് തിന്ന് നോക്കാം. ഒന്ന് തിന്ന് നോക്കിയാൽ ഉപ്പ് പാകത്തിനാണോ, ഉപ്പ് ഇടണോ, എരിവിടണോ ഒക്കെ നമുക്ക് നോക്കാം. നമുക്ക് ധൈര്യമായിട്ട് നോക്കാമല്ലോ. ചക്ക കൊണ്ടുവന്നതും അരിഞ്ഞതും ഉണ്ടാക്കിയതും എല്ലാം കോഴിയമ്മ തന്നെയാ. നമുക്ക് ധൈര്യത്തിൽ നമുക്ക് എല്ലാം ചെയ്യാം. നമ്മൾ ലേഡീസ് തന്നെയാണല്ലോ എല്ലാം ചെയ്യുന്നതാ. ഇനി അടുത്ത് ഇടാം. ഓരോ പ്രാവശ്യം ഓരോ ഷേപ്പിലാണ്. ഇത് കുറച്ചും കൂടെ ഒന്ന് പരന്ന് കുറച്ച് വലുപ്പത്തിൽ ഒക്കെ നമ്മൾ സ്വന്തം തന്നെ തീരുമാനം എടുക്കൂ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. പ്ലാസ്റ്റിക്ക എന്താ ഇതും റെഡിയായി. ആദ്യം ചുട്ടതൊക്കെ ടേസ്റ്റോട് തിന്നുപോയി. അങ്ങനെയാണ് ഞാൻ. അപ്പം ചുടാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. പിന്നെ ചുട്ട് തീരുമ്പോഴത്തേന് എൻ്റെ വയറ് നിറയും. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? എന്താ നല്ല ടേസ്റ്റാ. അല്ല ചൂടിൽ തിന്നുകയും ചെയ്യല്ലേ. ഇനി അടുത്തത് ഇട്ടട്ടെ. ഇപ്പം നമുക്ക് മോഡലാക്കിന് കുറച്ച് കൈമലേക്ക് എണ്ണ തെറിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ആവട്ടെ, ഫോൺ എടുക്കട്ടെ. അങ്ങനെ ഇതും ആയി കഴിഞ്ഞു. ഇങ്ങനത്തെ ഒറ്റ മതിട്ടോ അവസാനം. അങ്ങനെ ഞങ്ങളെ ചക്കവട ഇവിടെ അവസാനിച്ചു ഉണ്ടാക്കിയിട്ട്. ഒന്ന് തിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത്. സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ചക്കകാലമായതുകൊണ്ടേ, ചക്കകാലം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എന്താ അടിപൊളി കണ്ടില്ലേ, നല്ല അടിപൊളി ചക്കവട. വൈകുന്നേരത്തെ സ്നാക്സ് ഇതുണ്ടെങ്കിലുണ്ടല്ലോ എൻ്റെ അമ്മ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇപ്പം ചക്കകാലാണല്ലോ, നമുക്കിത് ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിശദമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഞാൻ നാളെ തന്നെ പോയിട്ട് ഇപ്പം ചക്കകാലം നല്ല കാലം നമുക്ക് പോയിട്ട് അങ്ങോട്ട് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചക്ക കിട്ടൂല, പിന്നെ കയറിച്ചിട്ട് കാര്യമില്ല. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിൽ ഞാൻ ചക്ക വട ഉണ്ടാക്കിയത് കണ്ടോ. ഞാൻ അതൊന്ന് തിന്നോക്കി കാണിച്ചു തരാം കേട്ടോ. ഞാൻ പൊട്ടിച്ചൊക്കെ കാണിച്ചു തരാം. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ആദ്യം തന്നെ ഞങ്ങളോട് സോറി പറയാം കേട്ടോ. നിങ്ങൾക്കൊന്നും തരാൻ കഴിയുന്നില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവർ നോക്കി നിൽക്കേണ്ടി വരുന്ന ഗതികേട് സഹിക്കാനാവൂല. ഞാൻ ഉണ്ടാക്കിയ കാപ്പി ഇവിടുത്തെ തന്നെ കാപ്പിപ്പൊടി പൊടിച്ചുണ്ടാക്കിയ നല്ല സൂപ്പർ ചൂടുള്ള കാപ്പിയും നല്ല സൂപ്പർ ചക്കവടയും. ഇതിപ്പോൾ നിങ്ങൾ കാഴ്ചക്ക് ഇതിപ്പോൾ ഉള്ളിവടയെന്നേ പറയൂ. എന്നാൽ തിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉള്ളിവടയൊക്കെ എവിടെയോ ദൂരെ നിൽക്കും. അത്രക്കും ടേസ്റ്റ് അതിന് ചക്കവടക്ക്. ഞാൻ തിന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി ടേസ്റ്റ്. ഉപ്പൊത്തതാണ്, എരിവൊത്തതാണ്, എല്ലാം ഒത്തതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ചക്കകാലാണ്.
നാളെ തന്നെ ചക്കവട ഉണ്ടാക്കിയിട്ട് പറയണേ ഞാനും ഉണ്ടാക്കി എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ല ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കണ്ണൂർക്കാർ ഇത് കാണണ്ടെന്നുള്ളത്. കണ്ണൂർക്കാർക്ക് വയനാട്ടുകാർ അത്ര ചക്കവട ഉണ്ടാക്കാൻ അറിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ബാക്കിയെല്ലാം നിങ്ങളായിരിക്കും ഒന്നാം നമ്പർ. ചക്കവട, ചക്ക പായസം, ചക്ക വരട്ടിയത്, തുറമാങ്ങ ഒക്കെ വയനാട്ടുകാർക്ക് സ്വന്തം. ഇന്ന് നിർത്താൻ തോന്നുന്നില്ല, അത്രയും ടേസ്റ്റാണ്. ആയിക്കോട്ടെ. നല്ല ക്രിസ്പി എന്ന് പറയില്ല, വരട്ടെ കറുമുറ് നല്ല കുട്ടിയൊക്കെ അങ്ങ് കൊടുത്താൽ ടി വി കാണാൻ പോകുമ്പോൾ അതൊക്കെ കൈ പിടിച്ചങ്ങ് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ, ചക്കവട വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.